ഒരു ഭാഗത്ത് നിന്ന് ന്യൂനപക്ഷ പ്രീണനം, അതോടെ തന്നെ മുസ്ലിങ്ങൾക്ക് കൂടുതൽ പ്രീണനം. അപ്പോൾ അത് ഈ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നുകൊണ്ട്, നവോത്ഥാന സമിതി ചെയർമാൻ സ്ഥാനത്തിരുന്നുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതികരണം നടത്താമോ എന്ന വിമർശനമാണ് അങ്ങേക്കെതിരെ സമുദായത്തിൽ നിന്ന് പോലും ചില ആളുകൾ ഉന്നയിക്കുന്നത്. പറയാം, നവോത്ഥാനത്തിൻ്റെ ലക്ഷ്യവും SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ ലക്ഷ്യവും രണ്ടാണ്. അടിച്ചമർത്തപ്പെട്ട, അവകാശം നിഷേധിക്കപ്പെട്ട അവശലക്ഷങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യേണ്ട ഒരു സമര സംഘടനയാണ് SNDP യോഗം. നിവർത്തന പ്രക്ഷോഭം നടത്തിയ ആരാണ്? SNDP യോഗം നടത്തിയല്ലേ. സംവരണത്തിന് വേണ്ടി സമരം നടത്തിയ ആരാണ്? അതുപോലെ അവകാശങ്ങൾ നേടുന്നതിന് വേണ്ടി കുമാരനാശാൻ സെക്രട്ടറി ആയിരുന്ന കുമാരനാശാനെ പ്രജാസഭയിലേക്ക് ഗുരുദേവൻ പറഞ്ഞയച്ചതിന് വേണ്ടിയിട്ടാണ്. തിരുവിതാംകൂറിൽ ജോലി കൊടുക്കണം, എക്സൈസിലില്ല, പോലീസിലില്ല എന്നും പറഞ്ഞ് അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നൊരു സമര സംഘടനയാണ് SNDP യോഗം. അതുകൊണ്ട് SNDP യോഗത്തിൽ എന്ന് പറഞ്ഞാൽ ജാതി വിവേചനം ഉണ്ടായതുകൊണ്ടാണ്, ജാതി വികാരം ഉണ്ടായി. ആ വികാരത്തിൽ നിന്ന് ഉടലെടുത്ത SNDP യോഗം ജാതി പറയും, നാളെ പറയുകയും വേണം. എൻ്റെ സമുദായം എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടല്ലേ കുമാരനാശാനും എത്രയോ പ്രാവശ്യം പ്രസംഗിച്ചിരിക്കുന്നു. ജാതി ചോദിക്കരുതെന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. അത് എങ്ങനെ ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ജാതിയുടെ പറയലിൽ ഇവിടുത്തെ പിന്നോക്ക അധസ്ഥ വർഗങ്ങളെ, മുന്നോക്കക്കാരെ അടിച്ചമർത്തിയപ്പോൾ ജാതി ചോദിക്കല്ലേ, പറയല്ലേ, ചിന്തിക്കല്ലേ എന്ന് അവരെ ഉപദേശിച്ച് പറഞ്ഞപ്പോൾ തിരിച്ചിങ്ങോട്ട് വയ്ക്കണം. അങ്ങനെയാണെങ്കിൽ രാജ്യത്ത് മുഴുവൻ ജാതി നോക്കി ജാതി സംവരണം ഇവിടെയില്ലേ? ഇവിടെ 140 സീറ്റുണ്ട്, അതിൽ 14 സീറ്റ് പട്ടികജാതി പട്ടികവർഗത്തിന് MLA-മാരെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. ഇവിടെ തന്നെ MP-മാരെ ജാതി സംവരണം കൊടുത്തിരിക്കില്ലേ. അപ്പം ജാതി വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം, അംബേദ്കർ എഴുതിയ ഭരണഘടനയിൽ ജാതി വ്യവസ്ഥ എഴുതിയെടുത്തോളം കാലം, ജാതി സംവരണം നിലനിൽക്കുന്നിടത്തോളം കാലം ജാതി പറയുന്ന അഭിമാനമാണ്, അപമാനമല്ല. പക്ഷെ അതിൻ്റെ പേരിൽ പരസ്പരം വാളെടുക്കാനല്ല. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്തേന കഴിയണം. അപ്പോൾ ഈ ജാതി ഭേദചിന്ത പാടില്ല എന്ന് പറയുമ്പോഴും നമ്മൾ മുസ്ലിം പ്രീണനം എന്നൊരു വാദം അങ്ങേപ്പോലെ ഒരാൾ ഉന്നയിക്കുമ്പോൾ അത് സമൂഹത്തിൽ വലിയ തോതിൽ ഒരു പ്രശ്നങ്ങളുണ്ടാകും. കാരണം സാഹോദര്യത്തോടെ ജീവിക്കുന്ന സമുദായങ്ങൾക്കിടയിൽ ഒരു വിദ്വേഷം പടർത്തുന്നതാണ് എന്ന വിമർശനമാണ് പല കോണുകളിലും ഉയർന്നത്. അത് വിദ്വേഷം പറയപ്പെടുകയല്ലേ. നിങ്ങൾ ഉള്ള സത്യം പറയുമ്പോൾ അത് വിദ്വേഷമായിട്ട് വേണ്ട. മുസ്ലിങ്ങൾ അവർ സമചിത്തയോടും ക്ഷമയോടും ചിന്തിച്ചാൽ, ഞാൻ പറഞ്ഞത് അവർ സത്യമായും മനസ്സിലാക്കണം. അവർ വിദ്വേഷയോടുകൂടി ചിന്തിക്കരുത്. ഈ മോങ്ങായിരുന്ന പട്ടിയെടുത്തല്ല തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും മോങ്ങായിരുന്ന തട്ടിയെടുത്ത് തേങ്ങ വീഴുന്ന രീതിയിലാകരുത്. എന്നെ വിമർശിക്കണമെന്ന് കണ്ടുകൊണ്ടിരുന്ന ആൾക്ക് കിട്ടിയ ഒരു ആയുധമായിട്ട് പറയാം. ഞാൻ എന്താ പറയുന്നത് കേൾക്ക്. മുസ്ലിങ്ങൾക്ക് അവർ തള്ളിയാൻ പറഞ്ഞോ? ക്രിസ്ത്യാനി ഞാൻ തള്ളി പറഞ്ഞോ? ന്യൂനപക്ഷങ്ങൾക്ക് സർക്കാരുകൾ ആനുകൂല്യങ്ങൾ അവർക്ക് പ്രത്യേക പരിഗണനയും പരിരക്ഷ കൊടുക്കുന്നു. അതിന് തെളിവെന്താണ്? തിരഞ്ഞെടുത്ത് വരുന്ന MP-മാരെ MLA പറ്റി ഞാനൊന്നും പറഞ്ഞല്ലോ. നോമിനേറ്റ് ചെയ്ത് വന്ന 9 പേരിൽ 7 പേരും ന്യൂനപക്ഷമാണ്. അതിൽ 5 പേരും മുസ്ലിങ്ങളാണ്. അപ്പോഴും ഇവിടുത്തെ പിന്നോക്കക്കാരനും പട്ടികജാതിക്കാരനും അതിനകത്തൊന്നുമില്ല. CPI അവർക്ക് ആകെ തപ്പിയാൽ പോലും അതിനകത്ത് 10 മുസ്ലിം ഇല്ല. എന്നിട്ടും അവർ കൊടുത്ത ആർക്കാണ്? മുസ്ലിമിനാണ് കൊടുത്തത്. അതോടൊപ്പം തന്നെ UDF കൊടുത്താറുക മുസ്ലിമിനാണ് കൊടുത്തത്. കോൺഗ്രസ് എന്ത് വന്നാലും തൻ്റെ ഇടമായിട്ട് നിൽക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സീറ്റ് ആർക്ക് കൊടുത്തത്? കേരള കോൺഗ്രസിനുണ്ട്. അല്ല, ഈ മുസ്ലിങ്ങൾക്ക് ഇപ്പം രാജ്യസഭാ അംഗത്തിൽ ഭൂരിപക്ഷം കൊടുത്തു, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷം ഈ പരിഗണന നൽകിയെന്ന് പറയുമ്പോഴും ഇന്ത്യൻ പാർലമെന്റിൽ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം വളരെ കുറവാണ്. ഇപ്പോൾ BJP-യുടെ ഭരണം വന്നപ്പോൾ തീരെ വളരെയധികം കുറഞ്ഞു. അത് മേടിച്ചോളണം, അതിനാരും എതിരല്ല. അതിന് ഇവിടെ ഞങ്ങൾക്ക് ഇരുവർക്കെല്ലാം ഉണ്ട്. അവർക്ക് പരിഗണന കൊടുത്തോ, അവിടെ മേടിച്ചോട്ടെ, ആര് നമ്മൾ എതിരുണ്ട. ഇപ്പം തന്നെ ഞാൻ ചില സത്യങ്ങൾ പറയുമ്പോൾ ഞാൻ മുസ്ലിം വിരോധിയായി എന്നെ അണിയിടിക്കാനല്ല നോക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ശ്രീനാരായണ യൂണിവേഴ്സിറ്റിയിൽ ശ്രീനാരായണ ഗുരുവിനെ അറിയാവുന്ന ഒരാളെ വെക്കാതെ മറ്റൊരാളെ കൊണ്ട് വെച്ചു. എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? എൻ്റെ സമുദായത്തിലൊരാൾ ഇന്ന് യൂണിവേഴ്സിറ്റിയില്ല എന്ന് ന്യായം പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്താ ഇത് മുസ്ലിമിനെ വെച്ചത് പോട്ടെ. അദ്ദേഹം എന്തേ രാജിവെച്ച് പോയി? അദ്ദേഹം അതിനുള്ള യോഗ്യത പോലും ഇല്ലായിരുന്നു. അത് വെച്ച് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിന് എതിർക്കരത്തകാരുണ്ടായിരുന്നു. LDF വെച്ചത്. UDF-ലെ മുസ്ലിം ലീഗുകാരോട് ചേർന്ന് 2 പേരും കൂടി ഇട്ട അച്ചിന് തൊട്ടതില്ല കുറ്റം എന്ന് പറഞ്ഞ പോലെ എന്നെ കുറ്റം കണ്ട് എന്നെ എന്നാണ് കുറ്റം കാണാൻ തുടങ്ങിയത്? നിങ്ങൾ നന്നാലോചിക്കും. ഞാൻ ഇവരോടൊപ്പം നടന്നതല്ലേ. പിന്നെ പിന്നോക്ക സമുദായ മുന്നണി എന്നൊക്കെ പറഞ്ഞ സംരക്ഷണ മുന്നണി,
എന്നൊക്കെ പറഞ്ഞ് ഇവരോടൊപ്പം ഞാൻ ഒരുപാട് സഞ്ചരിച്ചില്ലേ. എന്നെ കൊണ്ട് ഒരുപാട് ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങൾ മുടക്കിച്ചില്ലേ, ഇവരുടെ കൂടെ നടന്നതല്ലേ. എന്നിട്ട് ഇവരെന്ത് ചെയ്ത് അവരവരുടെ കാര്യം സാധിച്ചു. മുസ്ലിം ലീഗുകാർക്ക് PSC പോരാത്തത് അവർ മേടിച്ചുകൊണ്ട് പോയപ്പോൾ എൻ്റെ സമുദായത്തിൽ എന്ത് മേടിച്ചത്? ഇവർ ഭരണത്തിൽ കയറിയല്ലോ. ഭരണക്കൃത്യം എന്തും പറഞ്ഞാണ് ഞങ്ങളെല്ലാം ഈ ഇവിടുത്തെ അധികാരങ്ങൾ എല്ലാം സാമൂഹ്യ നീതി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സംവരണ സമുദായ മുന്നണി എന്ന് പറഞ്ഞ് ഗൗരിയമ്മയുടെ ഉൾപ്പെടെയുള്ള ഞങ്ങളെല്ലാം നടന്നത്. ഭരണത്തിൽ വന്നിട്ട് മലപ്പുറത്ത് ഒരു കുടിപ്പള്ളി കിടന്നതാണ്, വയനാട് ഞങ്ങൾക്ക് കാസർഗോഡ് തന്ന ഇവർ തന്നെ എല്ലാം ഉത്തരവെടുത്ത്. പിന്നെ അവർക്ക് വേണ്ടിയിരുന്നത് എന്താണ്? ഞാനന്ന് പറയും നായാടി തൊട്ട് നമ്പൂരി വരെയുള്ളവരെ ഒരു കൂട്ടായ്മ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നായരും നമ്പൂരിനെയും ചീത്ത പറയണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അത് ഞാൻ തയ്യാറല്ല.